നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് മുന്നണികൾ ആവേശ പോരാട്ടത്തിൽ. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൊല്ലം ജില്ലയിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച കേരളത്തിൽ, മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് കോട്ടയത്ത്, രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1637 പത്രികകൾ അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 337 പത്രികകൾ തള്ളി. ആകെ ലഭിച്ചത് 2125 പത്രികകൾ. ഇന്നും നാളെയും സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാം. അന്തിമ സ്ഥാനാർത്ഥി ചിത്രം നാളെ വ്യക്തമാകും. ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതിൽ വൻ അഴിമതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ CPM കോടികൾ മറിക്കുന്നെന്നും അതുകൊണ്ടാണ് അഴിമതിയെന്നും വിമർശനം. പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ബാർ ലൈസൻസിൽ അഴിമതിയില്ലെന്നും KC വേണുഗോപാലിന്റെ ആരോപണം UDFന്റെ സംസ്കാരമെന്നും പിണറായി വിജയൻ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് K സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. അത് സുധാകരന്റെ അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കേ എന്ന് പറയുന്ന പാർട്ടിയല്ല എന്നും KC വേണുഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അലിഖിത രാഷ്ട്രീയ സഖ്യമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണ ഇവിടെ വേവില്ല. വോട്ട് മറിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് 2020 BDJS സ്ഥാനാർത്ഥികളെ നിർത്തിയത്. മുഖ്യമന്ത്രി PR ഏജൻസിയുടെ തടവറയിൽ നിന്നും പുറത്തു വരണമെന്നും മുഖ്യമന്ത്രിയുടെ ചെറ്റ എന്ന പ്രയോഗം മോശമായി പോയെന്നും ചെന്നിത്തല. ഓർത്തഡോക്സ് സഭ അധ്യക്ഷനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ്. എല്ലാവർക്കും സഹോദരങ്ങളെപ്പോലെ ജീവിക്കാം. ചർച്ചയ്ക്ക് തയ്യാറെന്നും യാക്കോബായ സഭ. തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നും കാതോലിക്ക ബാബ. BJPയുടെ സീൽ പതിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിന്റെ ചിത്രം പങ്കുവച്ചവർക്കെതിരെ നടപടിയുമായി കേരള പോലീസ്. 270 X ഹാൻഡിലുകൾക്കും 200 ഫേസ്ബുക്ക് പേജുകൾക്കും 90 ഇൻസ്റ്റഗ്രാം ഐഡികൾക്കും നോട്ടീസ്. പോലീസിനെ ഉപയോഗിച്ച് സമൂഹമാധ്യമ ഉപഭോക്താക്കളെ നിശബ്ദരാക്കാനുള്ള നീക്കമെന്ന് വിമർശനം. തൃശൂർ പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. പണം കണ്ടെത്തിയത് കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ബസ്സിൽ നിന്നും. കർണാടക സ്വദേശി ഉദയ് കസ്റ്റഡിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ ആദ്യ പരാതിക്കാരിക്കെതിരായ പരാമർശം സുപ്രീം കോടതി നീക്കി. നടപടി വിചാരണയെ ബാധിക്കും എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാനും വിസമ്മതിച്ച് സുപ്രീം കോടതി. തെക്കൻ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ഇറാനിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങി അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇറാൻ അനിവാര്യമായിരിക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ചയായെന്ന് നരേന്ദ്രമോദി എക്സിൽ. സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും ശ്വാസതടസ്സവും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.